ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ വ്ലോഗ് ശ്രീ. കഴുത്തിൻ്റെ ചുറ്റുള്ള ഒരു കറുപ്പ് നിറം പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലേ. അപ്പം നമ്മളെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈ ഒരു കറുപ്പ് നിറം, കഴുത്തിൻ്റെ ചുറ്റുള്ള കറുപ്പ് നിറം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വരുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് കൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് എന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കഴുത്തിന് ഇങ്ങനത്തെ ഒരു കളർ വരാൻ കാരണം, അതായത് നമ്മുടെ ഫേസിന് കുഴപ്പമില്ല, കളറൊക്കെ ഉണ്ട്, പക്ഷെ കഴുത്ത് എന്ന് പറയുമ്പോൾ നന്നായിട്ട് കറുത്തിരിക്കും. അപ്പോൾ അതെന്താണ് വരാൻ കാരണം, അത് കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് ആ ഒരു ടാൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം തടി കൂടുന്ന സമയത്ത് ഇപ്പം നോക്കിയാൽ അറിയാലോ, നമുക്കിപ്പോൾ പൊണ്ണത്തടിയുള്ള ആൾക്കാരുടെ കേസിലാണെങ്കിൽ അവരുടെ കഴുത്ത് നോക്കുന്ന സമയത്തും നന്നായിട്ട് ഡാർക്കായിട്ടിരിക്കുന്ന കാണാൻ പറ്റും. എല്ലാവരുടെ കേസിലോട്ടോ, നമ്മൾ ഓരോ സാധ്യതകളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഗുളികകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത്, എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു കറുപ്പ് നിറം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾക്ക് ഈ ഒരു കറുപ്പ് നിറം വരാനുള്ള കാരണം, അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് വെയിൽ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കറുപ്പ് നിറം വരുന്നതെങ്കിൽ പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും ഫേസിലൊക്കെ സൺസ്ക്രീനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ കഴുത്തിൽ അപ്ലൈ ചെയ്യില്ല. അതാണ് വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പുറത്ത് പോകുന്നതിന് മുൻപായിട്ട് ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കഴുത്തിലും കൂടെ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം നമുക്ക് ആ ഒരു വെയിൽ കൊണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു കളർ ഉണ്ടാവുന്നതെങ്കിൽ അത് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കിപ്പം തടി കൂടിയ ആൾക്കാരാണെങ്കിൽ, നന്നായിട്ട് പൊണ്ണത്തടിയുള്ള ആൾക്കാരാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് നമുക്ക് ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ തടി കൂടുതലാണെങ്കിൽ അത് നല്ലൊരു കണ്ടീഷനല്ല. അപ്പം നന്നായിട്ട് നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടി നോക്കുക. ഇപ്പം മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് കഴിച്ചല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് നിർത്താൻ വേണ്ടി പറ്റില്ലല്ലോ, കഴുത്ത് കറുത്ത് പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തൊക്കെ ചെയ്താലാണ്, വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം മാറിക്കിട്ടാൻ നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, വെയിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പുറത്ത് പോകേണ്ടി നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുക്കുക. അത് നമുക്ക് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു കോട്ടൺ തുണി മുക്കിയിട്ട് നമ്മൾ കഴുത്തിന് ചുറ്റും നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് ആവി പിടിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള പോർട്സ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ആവി പിടിച്ചതിന് ശേഷം ഒരു ചെറുനാരങ്ങ പകുതി കട്ട് ചെയ്യുക. അതിൻ്റെ ആ ഒരു കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ആ ഒരു ചെറുനാരങ്ങയാണെങ്കിൽ മുക്കിയിട്ട് നന്നായിട്ട് ഇതിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കഴുത്തിൻ്റെ കൂടുതലും ബാക്കിലൊക്കെ ആയിരിക്കും ആ ഒരു കറുപ്പ് നിറം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലായിട്ടും, പിന്നെ ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ കഴുത്ത് വൈഡായിട്ട് വെട്ടുന്ന സമയത്ത് ആ ഒരു കഴുത്ത് പോണ ആ ഒരു സ്ഥലത്ത് കൂടെ നന്നായിട്ട് കളർ ഉണ്ടാവും. അല്ല നന്നായിട്ട് കറുത്തിരിക്കും. ബാക്കി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളറുമായിട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് കറുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നന്നായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇങ്ങനെ മുക്കിയിട്ടുണ്ടാവുമല്ലോ, ഉപ്പിൽ മുക്കിയിട്ട് ആ ഒരു ചെറുനാരങ്ങ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. അപ്പം നന്നായിട്ട് ആ കുരുവൊക്കെ എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ നമുക്ക് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങനെ ഒരു 5-10 മിനിറ്റ് അതുകൊണ്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അത് വാഷ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങളടുത്ത് നല്ല അലോവേര ജെൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കറ്റാർവാഴ പ്യുവർ ആയിട്ടുള്ള അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ തേച്ച് കൊടുക്കുക. ഈ ഒരു എന്താ പറയുക, ചെറുനാരങ്ങ ഉപയോഗിച്ച് റബ്ബ് ചെയ്യുന്നിട്ട് എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അലോവേര ജെൽ തേച്ച് കൊടുക്കാൻ നല്ലതാണ്. അപ്പം പ്യുവറായിട്ടുള്ള അലോവേര ജെൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള മറ്റേ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ, അങ്ങനത്തെ വാങ്ങി യൂസ് ചെയ്താൽ മതി. അപ്പം നല്ലൊരു അലോവേര ജെൽ തന്നെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫേസിലൊക്കെ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ പേരും. ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഇപ്പം എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അല്ലാണ്ട് തന്നെ നമ്മളെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാന്ന്. നമ്മുടെ ഫേസിന് വേണ്ടി നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണ കൂട്ടത്തിൽ തന്നെ കഴുത്തിൽ, നമ്മുടെ ഈ ഒരു പുറകെ കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആ ഒരു ടാനും ആ ഒരു കറുപ്പ് കളറൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഒരു നിങ്ങളുടെ ചാനൽ കയറി നോക്കിയാൽ മതി, ഒരുപാട് ഫേസ് പാക്കുകളുണ്ട്. ഇപ്പോൾ ഒരു ഫേസ് പാക്കിനടുത്ത് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് അരിപ്പൊടി എടുക്കുക, അതിലേക്ക് ഈ ചെറുനാരങ്ങേൻ്റെ കുറച്ച് ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ തക്കാളി നീര് അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ അങ്ങനെ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വിടുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ നമുക്ക് ഇതിന് പകരമായിട്ട് വേറെ ഇപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ കടലപ്പൊടിയോ ഇത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യും. ഇപ്പോൾ എനിക്ക് റോസ് വാട്ടറോ കക്കരിൻ്റെ ജ്യൂസോ ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ലൈറ്റനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് തക്കാളി, പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെ നമുക്ക് പറ്റും. ഇതൊക്കെ അരച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഈ ഒരു പൊടികൾ ഏതെങ്കിലും, പിന്നെ തേന്,
നമുക്ക് എങ്ങനെ വേണ്ടി ഇതൊക്കെ നമ്മളൊരു ചോയ്സാണ് കേട്ടോ. ഈ നാച്ചുറലായിട്ട് നമ്മളിങ്ങനത്തെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്നത് എന്നില്ല, നമുക്ക് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് അത് ഉണ്ടാക്കിയെടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു പാക്ക് ആവുന്ന രീതിയിലുള്ള ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 1-2 ദിവസത്തിൽ നമുക്ക് മാറ്റം വരുന്നല്ല പറയണത്. ഇപ്പം ഇങ്ങനെ ചെറുനാരങ്ങ യൂസ് ചെയ്ത് ഉറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 2-3 ദിവസത്തിൽ നല്ലൊരു വ്യത്യാസം തോന്നും. ആ ഒരു കറുപ്പ് നിറം നന്നായിട്ട് കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു കഴുത്തിലുണ്ടാകുന്ന കറുപ്പ് നിറം നന്നായിട്ട് മാറി കിട്ടുന്നതായിരിക്കും. ഈ ചെറുനാരങ്ങ ഉപ്പും യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും പാക്ക്, നാച്ചുറൽ ആയിട്ടുള്ള പാക്ക് അപ്ലൈ ചെയ്യണതൊക്കെ നിങ്ങൾ നൈറ്റിലായിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് നമ്മൾ ചെറുനാരങ്ങയൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് കുറച്ചും കൂടി ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് വൈകുന്നേരം തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ.